Audio Jungle. Audio Jungle. So hello guys, welcome back to Gamer. അപ്പോൾ guys നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ. അപ്പോൾ guys നമ്മളിന്ന് ഏറ്റവും പുതിയ വെർഷനാണ് guys കളിക്കുന്നത്. അതെ, നമ്മൾ പുതിയൊരു വെർഷനാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ guys നേരത്തെ ഒരു വേൾഡിൽ കയറി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി ആകെ പാടി എന്തെടുക്കാനാന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ പിന്നെ ഫേസ് ക്യാമറ കിട്ടുകൊണ്ട് വീഡിയോ പെട്ടെന്ന് പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ് ക്യാമറ ഇടുന്നില്ല guys, നല്ലൊരു അവസരമൊക്കെ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് ഫേസ് ക്യാമറ ഇടാം. അപ്പോൾ നമ്മൾ സ്പോണായ സ്ഥലത്ത് തന്നെ നമുക്ക് വേണ്ട കുരുതിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 15 അതെ ഗൈസ്, 15 വീഡിയോ പോയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലൈക്ക് തരാൻ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു സബ്സ്ക്രൈബ് മീനായിട്ട് ചെയ്യണം. സബ്സ്ക്രൈബൊക്കെ കുറഞ്ഞു തരുന്നു. നമ്മളെ വീഡിയോ ഒന്നും ഇടുന്നതായിരിക്കും, നമ്മൾ ശനിയാഴ്ച ഇടുന്നതായിരിക്കും. ഞായറാഴ്ച ചിലപ്പോഴേ വരത്തുള്ളൂ വീഡിയോ. അപ്പം പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ വീട്ടിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓടിച്ചെന്ന ആ മരം തന്നെ കൊത്തി തുടങ്ങാം. ഓക്കെ, ഇത് പിന്നെ സോമ്പിലാണ് ഞാൻ ഫോൺ അയക്കുന്നത്. നേരത്തെ ഒരു പ്ലെയിൻസിലായിരുന്നു. ഇപ്പോൾ നല്ല റെൻഡർ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. നേരത്തെ എനിക്ക് റെൻഡർ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. നേരത്തെ ഫുള്ളായിട്ടൊന്നും അലമ്പിയിരിക്കുമായിരുന്നു. ഇത് കുഴപ്പമില്ല. നേരത്തെ കൊണ്ട് തന്നെ ഫസ്റ്റ് ഫുഡൊന്നും ഇല്ല. നമ്മൾ നേരെ ക്രാഫ്റ്റ് ആക്കുക, ബാക്കിയുള്ള പരിപാടിയിൽ കിടക്കുക. അത് മാത്രമേ ഉള്ളൂ ഗൈസ് ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ. വേറെ ഒന്നുമില്ല. നമ്മളെന്ന് എന്തായാലും മൈൻക്രാഫ്റ്റ് ബീറ്റ് ചെയ്തിരിക്കും എങ്ങനെയെങ്കിലും. ഇന്നല്ല, എപ്പോഴെങ്കിലും മൈൻക്രാഫ്റ്റ് ബീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ചെന്ന് ക്രാഫ്റ്റ് ആക്കാം ഓരോ കാര്യങ്ങളായിട്ട്. F3 ഒക്കെ അടിച്ചാൽ F3 അടിച്ചാൽ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുമല്ലേ? എന്നാൽ കുഴപ്പമില്ല, കുറേ ബട്ടനൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഞാനപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടനൊക്കെ ആഡ് ചെയ്യണം. ബട്ടനൊക്കെ F3+ കുറേ ഉണ്ട് ഇതിനകത്ത്. എനിക്കറിയാത്തതാണ്. ഞാൻ മൈൻക്രാഫ്റ്റിൽ പുതിയ പ്ലെയറാണ്, പഴയ പ്ലെയറാണ്, ന്യൂ പ്ലെയർ. അതുകൊണ്ട് നിങ്ങളാണ് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരണം. എന്തായാലും ഹാക്കിങ്ങും പോട്ട് വല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. നമുക്കൊന്ന് അടിച്ച് നോക്കാം. ഇതൊക്കെ നല്ലതാണെന്ന് നോക്കാം. വണ്ടി പറഞ്ഞില്ലേ, ഓക്കെ. നമ്മളിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പോലെ സൗണ്ടൊക്കെ എടുക്കും. പശു കാട്ടിൻ്റെ ഇടയൊക്കെ കയറി ഒളിച്ചിരിക്കുന്നേ എന്നെ മേടിച്ചിട്ടാണോ? ഒന്ന് പോയടാ. അമ്മണിപ്പശുവിനെ നമ്മൾ അപമാനിക്കാൻ തുടങ്ങി. എവിടെ എന്തോന്നാണ് സാധനം? ഗൈസ് ഇതിനകത്തിലെ ഗ്ലിച്ചാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു ഇവർ ഇപ്പോൾ ഉണ്ടാക്കിയത് ഉള്ളതുകൊണ്ട് ഡബിൾ ടാപ്പ് ചെയ്ത് ഉണ്ടാക്കിയതുള്ളത് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പോൾ വന്നതായിരിക്കും. ഇതെന്തായാലും അടുത്ത അപ്ഡേറ്റ് മാറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്താൽ മതി. MJ ലോഞ്ചർ ഫുള്ളായിട്ടൊക്കെ സെർച്ച് ചെയ്താൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് MJ ലോഞ്ചറിന് സെർച്ച് ചെയ്താൽ മതി, ആദ്യം തന്നെ വന്ന് കിടക്കും. ചില ഫോണിനകത്തൊക്കെ പതുക്കെ കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞത്. ഓക്കെ, MJ ലോഞ്ചർ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അടുത്ത് കളിച്ചോളൂ. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ജാവ അടിച്ച് കളിക്കാൻ പറ്റി, അത് മാത്രം വലിയൊരു കാര്യം. ഞാനെപ്പോഴും അറിയാതെ F3+ അടിക്കാൻ പോകും. നമുക്ക് പെട്ടെന്ന് കയറിയിട്ട് സാധനം ഉണ്ടാക്കിയേക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് വുഡിൻ്റെ ഐറ്റംസ് വെച്ച് സർവൈവ് ചെയ്യാൻ. കാര്യം പെട്ടെന്ന് തന്നെ സ്റ്റോണിലൊക്കെ കിടക്കുന്നത്. നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് മതി സ്റ്റോണേജിലേക്ക്. നമുക്ക് പെട്ടെന്ന് ഓക്കെ, നമുക്ക് വീടൊക്കെ ഉണ്ടാക്കാൻ കുറേ ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ വട്ടം തുണിഞ്ഞിറങ്ങിയേക്കുവാണ്. പശു നിന്നെയാണ് ഞാൻ അത് കുരുതി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് അമ്മണി പശുവിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഓക്കെ, അങ്ങനെ 3 ഇതായിട്ടുണ്ട്. കണ്ണി കാണുന്ന സാധനം തന്നെ നമുക്ക് ലൂട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോകണം. ഒന്നും പറഞ്ഞ ഉടനെ അതാണ് ഞാൻ ലൂട്ട് ചെയ്തുകൊണ്ടങ്ങ് പോകണം. ഈ ലൂട്ട് ചെയ്യുവാണെങ്കിൽ പകുതി കളി സിമ്പിളാവും. ചിലപ്പം നെതറി കയറുമ്പോൾ ഒക്കെ എന്തൊക്കെ ആവുക. ഓക്കെ, നല്ല ലാഗുണ്ട് കഴിച്ച്. ഇപ്പോഴാണ് കുറേ സാപ്ലിങ് ഒക്കെ എടുത്ത് വെച്ചേക്കാം. കുറേ സാപ്ലിങ്
എനിക്ക് എൻ്റെ ഹാൻഡ് വേണം. എൻ്റെ 17 FPS കുത്തനെ താന്ന്. ഓക്കെ എന്നിട്ട് താത്ത് ഓക്കെ. എനിക്കെൻ്റെ കൈ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ നമുക്കപ്പോൾ എല്ലാ സാധനം കളക്ട് ആക്കിയിട്ടുണ്ട്. അവിടെ ഒരു സാപ്ലിങ് കിടക്കുന്നത്. ഇതൊരു ഐലൻഡ് ആണോ എന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളെ സാധിച്ച് ഇതൊരു ഐലൻഡാണ്. ഐലൻഡില്ല ഇനി അങ്ങോട്ടുണ്ട്. ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ട്. കുറച്ചും കൂടെ ഫുഡ് കളക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഇരുന്നത്. സോമ്പിൻ്റെ ഹാർഡസ്റ്റ് ബയോമാണ് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ആകെ എനിക്കറിയാവുന്നത് നമ്മളുടെ പാണ്ടയൊക്കെ സ്പോണാകുന്ന ഒരു ബയോമില്ലേ. അതിൻ്റെ പേര് കിട്ടുവാണെങ്കിൽ ഞാനിപ്പം പറയാം. എന്താ ഫോറസ്റ്റ്, ബാംബു ഫോറസ്റ്റ് അവിടെ എങ്ങാണ്ട് അതിന് പേര് ബയോമിന് എന്തൊക്കെയോ പറയാം. അതെനിക്ക് അറിഞ്ഞൂടാ. സാധനം മരം പെട്ടെന്ന് നിങ്ങളെ സ്പീഡിൽ കാണിച്ചു തരാം. അപ്പോഴാണ് ഗസ്റ്റൊരു കാര്യം ഓർത്തത് ഗൈസ്. സ്പീഡിൽ കാണിക്കാനായിട്ടാണെങ്കിൽ ഇതിനകത്തിന് ശബ്ദം മൊത്തം പോകും. അത് കുഴപ്പമില്ല ഗസ്റ്റ് സ്പീഡിൽ കാണിച്ചത്. ഓക്കെ ശബ്ദമൊക്കെ ഞാൻ നിലനിർത്തിക്കോളാം. ഞാൻ സ്ട്രിപ്പ് ചെയ്ത ഫുഡ് എടുക്കാറില്ല. ഓക്കെ എല്ലാ ബിൽഡിനും അത്ര എടുക്കാറുണ്ട് സ്ട്രിപ്പ് ചെയ്ത ഫുഡ്. നമ്മളെന്തായാലും വീടൊക്കെ എങ്ങനെ പണിയുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ നമുക്ക് അതിനായിട്ട് ബെഡ് ഉണ്ടാക്കാനുള്ള ഒരു സാമഗ്രികളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ചുമ്മാ കറങ്ങിയടിച്ച് നടന്നുകൊണ്ടിരിക്കുക. റെക്കോർഡിങ്ങിൻ്റെ ടൈമും കുറഞ്ഞു വരുന്നു. നമുക്കപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങാം. അങ്ങോട്ടാണ് ഗൈസ് കുറേ ഭയമുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാം. കുറച്ച് സാധനങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് എപ്പോഴും നല്ലതാണ്. പെട്ടെന്ന് കാണാൻ എന്തെങ്കിലുമൊക്കെ കയറി വരണം. കൈ വെച്ചിങ്ങനെ അടിക്കുക. അല്ല കൈ കാണാൻ അങ്ങോട്ട് പോകാൻ പോകത്തില്ല. ഓക്കെ നമ്മളങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് മരുഭൂമി പിടിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു. മരുഭൂമി പ്ലെയിൻസും എല്ലാം കൂടെ ചേർന്ന് ഒരു സ്ഥലം. ഓക്കെ ഇതിനകത്തിലെ ഫോഗ് എന്ന് പറയുന്നത് വിഷയ ഫോഗാണ് ഗൈസ്. ഇവിടെ ഫോഗ് ഇല്ലാത്തൊരു സ്ഥലവും ഇല്ല. ഫുള്ള് ഫോഗാണ്. ഞാൻ വെച്ച് ഫോഗൊക്കെ പോയി കാണുമെന്ന്. ഞാനത് ഒന്നും പറയണ്ടല്ലോ. ഇല്ലേ എല്ലാം നമുക്ക് പണിയെടുക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ നിന്ന് ലോഡായിട്ട് പോലും ഇല്ല. ഓക്കെ അപ്പോൾ ലോഡായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും നല്ലൊരു സ്ഥലം കിട്ടുമോ. അപ്പോൾ അവിടെ ചെന്ന് ബേസൊക്കെ സെറ്റ് ആകാം. നമുക്കപ്പോൾ സോമ്പിലോട്ട് തന്നെ ഇറങ്ങിയിട്ടില്ല. ഭയങ്കര പാടാണ് ഗൈസ് എനിക്ക് സർവൈവ് ചെയ്യാൻ. കാര്യം ഇവിടുത്തെ വഴിയൊക്കെ നോക്കൂ. മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. ചെള്ള. ഓക്കെ വിച്ച് കണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ബേസ് ആക്കായിരുന്നു. കാര്യം വിച്ച് അവിടെ സ്പോൺ ആവുമോ. ഓക്കെ ഗൈസ് നമുക്ക് ആടിനെ കിട്ടി. ഓക്കെ 3 ആടിനെ അടുപ്പിച്ച് കിട്ടുവായിരുന്ന കൊള്ളായിരുന്നു. നേരത്തെ വേൾഡ് തുടങ്ങിയപ്പോൾ 3 ആടിനെ അടുപ്പിച്ച് കിട്ടി. അതെ ഗൈസ് അതാണ് ഇങ്ങനത്തെ ഭാഗ്യമൊക്കെയാണ് ഗൈസ് നമുക്ക് മൈൻക്രാഫ്റ്റ് വേണ്ടത്. കയറുമ്പോൾ തന്നെ ആടിനെ കിട്ടണം. ഇനിയിപ്പോൾ നമുക്ക് ബെഡിനെ കുറിച്ച് പേടിക്കാനല്ല, പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ എപ്പോഴും ബെഡ് കൈ കൊണ്ട് നടക്കാൻ ഈ സീസണകത്ത് നിന്ന് നമ്മൾ ബെഡ് കൈ കൊണ്ട് നടക്കുന്നതായിരിക്കും. ഓക്കെ എടാ മറ്റേ ആടെന്തിയാടാ. അടുത്ത വെള്ളയാട് എവിടെ പോയി. വെള്ളപ്രാവേ നീ എവിടെ പോയി. ഓക്കെ അത് പോയ സ്ഥിതിക്ക് കറുത്താട് വെട്ട്. ഓക്കെ ബായ്. എൻ്റെ വോളും കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ നമുക്കപ്പോൾ ബെഡ് കിട്ടിയിട്ടൊന്നും പേടിക്കാനില്ല. എത്ര നാളായാലും നമുക്ക് കുഴപ്പം കാണില്ല. ഓക്കെ നമുക്കപ്പോൾ ഇപ്പോഴത്തേക്ക് എനിക്കൊരു കുറച്ച് ഡൈ വേണം. ഡൈ ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിലൊരു സാധനവും ഇല്ല. അപ്പോൾ നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ടുള്ള പൂവ് ഞാൻ എവിടെയോ കണ്ട്. അപ്പോൾ ഞാൻ അതൊന്നൊന്ന് എടുക്കട്ടെ. എവിടെയായിരുന്നു അങ്ങോട്ട് കിട്ടണില്ല. പിന്നെ ചള്ളക്കകത്ത് വീണ്. ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത്. ഈ സ്ഥിരത്തിൻ്റെ ഷെയ്ഡ് ഇടാൻ പറ്റുമെങ്കിലും എനിക്കിടാൻ അറിഞ്ഞോളൂ. കാര്യമൊന്നുമില്ല. എനിക്കിടാൻ അറിഞ്ഞോളൂ. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ ഇത് എവിടെയോ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ ഞാൻ തവളെ കണ്ടില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തളവയെ. ഓക്കെ അയ്യോ ദാണ്ട നേരെ കുഴിയിലോട്ട് ദാണ്ടാടിയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തിനാ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് പോന്നേ. ദാണ്ടല്ലേ നാട്. ഇവനെ ഞാൻ ഇന്ന് നീ എങ്ങോട്ടാണ് ആദ്യം ഓടി ഒളിച്ചത്. ചിരിക്കുന്നു നിന്ന് വന്നിട്ട്. അവൻ്റെ കോമളമായ മുഖം കാണുമ്പോൾ അവിടെ പോലും നീ എവിടെ പോകുന്നു. അവന് വായിക്കൂടൊക്കെ നടക്കാൻ പറ്റില്ലേ. നമ്മളെ ക്രാഫ്റ്റ് ആൻഡ് ബിൽഡിനകത്ത് നമ്മളെ സോമൻ്റെ കൂട്ട് സോമനെ ഞാനിപ്പോൾ മിസ് ചെയ്യുന്നു. സോമൻ ഏറെക്കൂടെ നടക്കുന്ന സോമൻ. കോണയടിച്ചിരിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താടാ ഒരു ശബ്ദം.
എനിക്കൊക്കെ പേടി വന്നു. 17 വുഡ് എന്തിന്? സ്പേസ് സ്പേസ് സ്പേസ്. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ വെച്ചപ്പോൾ കിട്ടിയൊരു ഫീൽ ഇപ്പം എനിക്ക് കിട്ടാറില്ല. എന്തിനാണ് അത്രയും വുഡ് നീ വെച്ചത്? ഒരു കാര്യമില്ലാതെ വുഡങ്ങ് വെക്കും ഗൈസ്. നാളെ രാത്രിയാവുന്നു. എൻ്റെ വലിയ ടൂൾസൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ ക്രാഫ്റ്റ് പൊട്ടിച്ചെടുത്ത് വന്നൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഓടാം. ഗൈസ് ഒരു കാര്യം ചെയ്യാം. അപ്പം നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുന്നതിനും വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ദാ വന്നു. അങ്ങനെ ഗൈസ് ഞാൻ തന്നെ നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് എനിക്കൊരു കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട സ്ഥലം. ഇവിടുത്തെ ആ കുളം ചെറുതായിട്ടൊന്ന് അടച്ചാൽ നമുക്ക് ഇവിടെ നൈസ് ഒരു ബേസ് കെട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് പോകുന്നിട്ട് കുളം അടിക്കണം. നമുക്ക് ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ അകത്തോട്ട് പോകുന്നിട്ടൊരു ബേസ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെയാണ് ഗൈസ് എൻ്റെ ബേസ്. അപ്പോൾ നമ്മൾ കുറേ നേരം കറങ്ങിയിട്ടാണ് കിട്ടുന്നത്. ഒരു കാര്യം ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ എൻ്റെ ബെഡ് എടുത്തിടാം. പിന്നെ കുറച്ച് ഫോണൊക്കെ ഞാൻ കളക്ട് ചെയ്ത് ഓഫ് ക്യാമറ ഇരുന്ന് ഭയങ്കര പണിയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ നമ്മളങ്ങനെ സാധനമൊക്കെ സെറ്റാക്കി. ഇനിയിപ്പം ഇൻവെൻ്റർ തുറന്നിട്ട് എൻ്റെ സാധനമെല്ലാം എടുക്കണം. എനിക്കിത് കാണുമ്പോൾ എനിക്ക് ചിരിയാവുന്നു. നമ്മളുടെ ആ ഒരു സ്റ്റീവ് അല്ലല്ലോ നമ്മളെ അലക്സിനെ. കാര്യം ഇവർ ചെറിയൊരു മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. നമ്മളെ അകത്ത് നമ്മളെ കാണിക്കുന്ന ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഗൈസ് എനിക്ക് കുറേ സ്റ്റിക്കും വുഡ് വെട്ടിയപ്പോൾ കിട്ടി. 40 വുഡ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് വുഡിന് കുറേ നാളത്തേക്ക് ക്ഷാമമൊന്നും കാണത്തില്ല. വുഡ് വെട്ടുന്നതിൻ്റെ പ്രത്യേകത ഇതാണ്, നമുക്ക് കുറേ സ്റ്റിക്ക് കിട്ടുക എങ്ങനെയെങ്കിലുമൊക്കെ. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. നമുക്ക് മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയി ഒരു കോടാലിയും കൂടെ വേണം. കോടാലിയും കൂടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പകുതി സാധനങ്ങൾ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ കൂടെ ഒരു കൊബിൾ സ്റ്റോൺ ഇട്ട പാലം അങ്ങോട്ട് പോയിട്ട് അവിടെ ആയിട്ട് എൻ്റെ ബേസ്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ലൊരു ഐഡിയ ആയിരിക്കും ഗൈസ്. അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണം. അതിന് ഇപ്പോൾ ഇന്ന് തന്നെ സെറ്റാക്കണോ അതോ അടുത്ത വീഡിയോക്കകത്ത് സെറ്റാക്കണമെന്ന് അങ്ങോട്ട് വലിയ ഉറപ്പില്ല. അടുത്ത വീഡിയോക്കകത്ത് സെറ്റാക്കണോ അത് ഈ വീഡിയോക്കകത്ത് സെറ്റാക്കണോ? എന്നാലും അടുത്ത വീഡിയോക്കകത്ത് സെറ്റാക്കാം. കാരണം ഓഫ് ക്യാമറ ഇരുന്ന് കുറേ സാധനങ്ങൾ എനിക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് നമ്മളെ പീസൊക്കെ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് പറ്റിയ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പം ഔട്ടർ എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് നൈസ് സ്ഥലമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ എന്താ ചെയ്തത്, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. തളവയെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു പ്ലെയിൻസ് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. ബെഡ് ഇട്ടിട്ട് കുറേ സ്ഥലത്തൊക്കെ ഒന്നും പോകാണ്ട്. അതിൽ കോർഡിനേറ്റ്സൊക്കെ എഴുതിയിടണം എനിക്ക് ബെഡ് ഇട്ടിട്ട് അവിടെ പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മളെന്താണ്ട് കണ്ടുപിടിച്ച സ്ഥലം ഇവിടെ കണ്ടായിരുന്നല്ലോ. എവിടെ അതാണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം കിടക്കണത്. അപ്പോൾ നമുക്ക് ഔട്ടർ പറയാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ് ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. നമ്മളിതൊരു സീരീസ് ആയിട്ട് തന്നെ എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ക്രാഫ്റ്റ് ആൻഡ് ബിൽഡിൻ്റെ വീഡിയോ ഓരോ ദിവസം ഇടപെട്ട് വരുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഫോണിനകത്ത് ഇതെടുക്കാൻ പറ്റും. വലിയ ലാഗ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോണിനകത്ത് കൂടെ വേറൊരു സീരീസ് കൂടെ ചെയ്യും. അത് ഈ സീരീസ് സക്സസ് ആവണമെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് എൻ്റെ ഫോണിനകത്ത് സീരീസ് ചെയ്യാൻ നോക്കാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് എൻ്റെ ഫോണിനകത്ത് പറ്റത്തില്ലെങ്കിൽ പണിയാണ്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തായിട്ട് ജാവഡിസിൻ്റെ ഒരു വീഡിയോ ഇട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.